ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നലെ നമ്മൾ സൈക്കോളജി പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് സയൻസ് ആണ്. സയൻസിൽ നമ്മൾ അഗ്രികൾച്ചർ കൃഷി എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ SCRT ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ SCRTയിൽ കൊടുത്തിട്ടുള്ള കൃഷിയുമായി കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. കൂടെ എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഇതിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ SCRT ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ഇത് ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകരിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇലയിലെ വർണ്ണകങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇലയിലെ വർണ്ണകങ്ങളെ കുറിച്ച് നമ്മൾ 5ാം ക്ലാസ്സിൽ സയൻസ് പാഠഭാഗത്ത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു അതിന് കുറച്ചും കൂടി മയറായിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇലയിലെ വർണ്ണകങ്ങൾ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇലയിലെ വർണ്ണങ്ങൾ നമുക്കറിയാം. ഇലയില് പച്ച നിറത്തിൽ കാണുന്നതിന് കാരണം ഏതാണ്? ഹരിതകമാണ് അല്ലെ, അഥവാ ക്ലോറോഫിൽ ആണ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ആരാണ്? ഹരിതകമാണ്. അപ്പൊ ഇവിടെ പ്രകാശ സംശ്ലേഷണം എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണത്തിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയോ ഹരിതകണങ്ങളുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട് എന്നാ പറയുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയോ ഹരിതകണങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്നത്. അത് നമുക്ക് അതിന്റെ ചിത്രം നോക്കാം, എന്നിട്ട് എന്താന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കിയെടുക്കാം. ഹരിതകണത്തിലെ ഗ്രാനയിലാണ് ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഉള്ളത്. അവിടെയാണ് എന്തുള്ള ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഹരിതകണത്തിലെ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഹരിതകം A ഉണ്ട്, ഹരിതകം B ഉണ്ട്, അതുപോലെ തന്നെ കരോട്ടിൻ, സാന്തോഫിൽ. ഇതൊക്കെ എന്ത് നിറമാണ് തരുന്നതെന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പറയാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഹരിതകം A ഉണ്ട്, ഹരിതകം B ഉണ്ട്, കരോട്ടിൻ, സാന്തോഫിൽ, അതുപോലെ ആന്തോസയാനിൻ, അങ്ങനെ പല വർണ്ണകങ്ങൾ എവിടെയുണ്ട്? ഗ്രാനയിലാണ് ഉള്ളത്. ഓക്കെ, ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ എന്തുണ്ട്? കഴിവുണ്ട്. എന്നാൽ ഹരിതകം Aക്ക് മാത്രമാണ്, ഓക്കെ, അഥവാ ക്ലോറോഫിൽ എക്ക് മാത്രമാണ് എന്തുള്ളത്? ഈ ഒരു പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹരിതകം Aക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിന് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള വർണ്ണകങ്ങൾക്കൊക്കെ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റ് വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം Aയിലേക്ക് കൈമാറുന്നു. അപ്പൊ അവരൊക്കെ സഹായക വർണ്ണകങ്ങളാണ്. എന്താണ്? സഹായക വർണ്ണകങ്ങളാണ്. അപ്പൊ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഹായക വർണ്ണകങ്ങൾ ഏതെല്ലാം? ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ, ആന്തോസയാനിൻ, ഇങ്ങനെ ഓപ്ഷൻസ് തരാം. അതിലേതാണ് സഹായക വർണ്ണകങ്ങൾ? ഹരിതകം A ഒഴിച്ച് ബാക്കിയെല്ലാം സഹായക വർണ്ണകങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹരിതകം Aക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവയ്ക്ക് എന്താണ്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. എന്നിട്ട് അത് ആർക്ക് കൈമാറും? ഹരിതകം Aയിലോട്ട് കൈമാറും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ചിത്രം കാണിച്ചു തരാം എന്നുള്ളത്. നമ്മുടെ SCRTയിൽ കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയാണ്. കണ്ടോ, ഇവിടെ ആസ്യരന്ധ്രങ്ങളുണ്ട്. ഇതൊരു ഇലയാണ് അല്ലെ. ഇലയിലെ ആസ്യരന്ധ്രങ്ങൾ എന്താണ്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകളിലെ ശ്വസനത്തിന് സഹായിക്കുന്ന ഇത് അല്ലെ, ശ്വസനത്തിന് സഹായിക്കുന്നവയാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഇവിടെ ഉപരിവൃത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ സസ്യകോശം കൊടുത്തിട്ടുണ്ട്. ഈ സസ്യകോശത്തിലെ ഈ ഒരു പോർഷനാണ് ഇത് ഹരിതകണം. ഈ ഹരിതകണത്തിനുള്ള ഭാഗമാണ് ഇങ്ങനെ കോയിൻ പോലെ അടക്കി വെച്ചിരിക്കുന്ന ഭാഗമാണ് എന്ത്? ഗ്രാന എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാന എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രോമയും ഉണ്ട്. നമ്മൾ പ്രകാശ സംശ്ലേഷണം പഠിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട് സ്ട്രോമയും ഗ്രാനയും. എന്താണ് അവയുടെ പങ്ക് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്ട്രോമ എന്താണ്? ഹരിതകണത്തിലെ ദ്രാവക ഭാഗം. ചോദിക്കാം, ഹരിതകണത്തിലെ ദ്രാവക ഭാഗം സ്ട്രോമ, ഗ്രാന, ആസ്യരന്ധ്രങ്ങൾ, ഇങ്ങനെ കൊടുക്കാം. ഏതാണ്? സ്ട്രോമയാണ്. ഇനി ഗ്രാന എന്താണ്? സ്തരസഞ്ചികളുടെ അടുക്ക് കണ്ടോ, അങ്ങനെ കോയിൻ പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഗ്രാന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് എന്ത്? ഹരിതകണത്തിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ രസതന്ത്രം എന്ന് നമുക്ക് നോക്കാം. ഹരിതകണം ഞാൻ പറഞ്ഞു, ഹരിതകണത്തിൽ ആരൊക്കെയുണ്ട്? ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഗ്രാനയിലാണ് ആര് നടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഗ്രാനയിലാണ് ആര് നടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത്. സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. എന്താണ് പ്രകാശഘട്ടം എന്ന് പറഞ്ഞാൽ? പ്രകാശം ഉപയോഗിക്കുന്നു, ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. എന്താണ്? പ്രകാശം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ജലം വിഘടിച്ച് എന്താകുന്നു? ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു കേട്ടോ. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് ഈ ഒരു പ്രകാശഘട്ടത്തിലാണ് കേട്ടോ. ഇനി ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? സ്ട്രോമയിലോട്ട് പോകുന്നു. പ്രകാശോർജം രാസോർജമാക്കി ATP യിൽ സംഭരിക്കുന്നു. പ്രകാശോർജം രാസോർജമാക്കി ATP-യിൽ സംഭരിക്കുന്നു. ATP ആണ് എന്ത് പറയുന്നത്? കോശത്തിന്റെ ഊർജ നാണയം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് വരാം. കോശത്തിന്റെ ഊർജ നാണയം എന്നാണ് ATP-യെ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്താ നടക്കുന്നത്? പ്രകാശം ഉപയോഗിക്കുന്നേയില്ല. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഈ ATP-യിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പൊ എന്താണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്? ATP-യിലോട്ട് ഊർജ്ജം സംഭരിച്ചല്ലോ, ആ ATP-യിൽ ഊർജ്ജം ഉപയോഗിച്ചു. എന്നിട്ട് ഇവിടെയുള്ള ഹൈഡ്രജനെ സ്ട്രോമയിലോട്ട് മാറ്റിയില്ലേ? ആ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് ആരെ ഉണ്ടാക്കുന്നു? ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. ഇതാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്. അപ്പൊ ഹരിതകണം ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഗ്രാനയിലാണ് പ്രകാശഘട്ടം, സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം. ഗ്രാനയിലെ പ്രകാശഘട്ടം നടക്കുമ്പോൾ പ്രകാശം അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നുണ്ട്, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നുണ്ട്. അവിടെ എന്തുണ്ടാക്കുന്നത്? ATP സംഭരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? പ്രകാശം ഉപയോഗിക്കുന്നു, ATP ഉണ്ടാകുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തുന്നു, ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നു. 3 പോയിന്റ് പ്രകാശഘട്ടത്തിൽ ഓർത്തിരിക്കുക. ഇനി ഇരുണ്ട ഘട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടെ പ്രകാശം എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. ATP-യിൽ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ആരെ ഉണ്ടാക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇതാണ് ഇരുണ്ട ഘട്ടത്തിന്റെ പണി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോമ, ഗ്രാന എന്താണ്? ഹരിതകണത്തിലെ ദ്രാവക രൂപത്തിലുള്ള ഭാഗം ഏതാണ്? സ്ട്രോമയാണ്. ക്ലിയർ ആണല്ലോ? ഇനി പ്രകാശഘട്ടത്തിന് തുടർച്ചയായാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. നമ്മൾ കണ്ടു അല്ലെ? കാരണം ATP, ഹൈഡ്രജൻ അല്ലെ കണ്ടു. ഈ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഓക്കെയാണ്? ഇദ്ദേഹമാണ് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന വ്യക്തി. ഇത് കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നു. 1961 ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അറിവിലേക്ക്. ഇനി ഊർജ്ജ നാണയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ATP ആണ് ഊർജ്ജ നാണയം എന്നുള്ളത് അല്ലെ. ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജ ലഭ്യത വേണമല്ലോ. കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഊർജ്ജം വേണം, എനർജി വേണം. അതുപോലെ ജീവകോശങ്ങളിൽ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഊർജ്ജം വേണം. ഊർജ്ജത്തിലെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. പൂർണ്ണരൂപം പഠിച്ചു വെക്കുക, ചോദിക്കാം. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP തന്മാത്ര വിഘടിച്ച് ADP ആകുന്നു അഥവാ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഈ ADP-യും ഫോസ്ഫേറ്റുമായിട്ട് ചേർന്ന് മാറുമ്പോൾ ADP-യും ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ എന്താവുന്നു? സ്വതന്ത്രമാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ADP ഊർജ്ജം സംഭരിച്ച് വീണ്ടും ATP ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ATP കോശത്തിന്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ADP ആയിട്ട് മാറുന്നു, ADP ഊർജ്ജം സംഭരിച്ച് വീണ്ടും ATP ആയിട്ട് മാറുന്നു. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു അതുകൊണ്ട് തന്നെ ഈ ATP എന്താണ്? ATP കോശത്തിന്റെ ഊർജ്ജ നാണയം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഊർജ്ജ നാണയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. അപ്പൊ തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? അന്നജ രൂപത്തിലാക്കി മാറ്റുന്നുണ്ട്. ഈ ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായി വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. അന്നജം പിന്നീട് എന്തായി മാറുന്നു? സൂക്രോസ് ആയി മാറുന്നു. അതാണ് കരിമ്പിൽ ശേഖരിക്കുന്നത്. ഓക്കെ, ഈ അന്നജമാണ് എന്തായി മാറുന്നത്? അതായത് പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് വഴി പിന്നെ എന്തായത് മാറുന്നത്?
മാറുന്നു, അന്നജമായി മാറുന്നു. ഈ അന്നജം വഴി ഉണ്ടാകുന്ന സൂക്രോസ് ആണ് മറ്റ് ഇതിലൊക്കെ ശേഖരിച്ചു വെക്കുക. അപ്പൊ കരിമ്പിൽ നേരിട്ട് അത് ശേഖരിച്ചു വെക്കുന്നു. അത് പിന്നീട് ഈ സൂക്രോസായി മാറി ഫ്ലോയം കുഴലുകളിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതിന്റെ ഒരു ചിത്രീകരണം നമുക്ക് നോക്കാം. കണ്ടോ, പ്രകാശ സംശ്ലേഷണം നടന്നു. ഈ പ്രകാശ സംശ്ലേഷണം നടന്ന് ഗ്ലൂക്കോസായി മാറി, അന്നജമായി മാറി, അന്നജം സൂക്രോസ് ആയിട്ട് മാറി. അത് നേരിട്ട് എവിടെ സംഭരിക്കുന്നു? സൂക്രോസ് കരിമ്പ് സംഭരിക്കുന്നു. ഇനി ഈ സൂക്രോസിന് ചില ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നിട്ട് അത് ഒരെണ്ണം അന്നജം കിഴങ്ങുവർഗ്ഗങ്ങളിൽ നേരിട്ട് ശേഖരിക്കുന്നു. പ്രോട്ടീൻ ആയിട്ട് പയറുവർഗ്ഗങ്ങളിൽ, കൊഴുപ്പായിട്ട് എണ്ണക്കുരുക്കളിൽ, ഫ്രക്ടോസ് ആയിട്ട് പഴവർഗ്ഗങ്ങളിൽ. ക്ലിയർ ആണല്ലോ? ഇത് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി രാസസംശ്ലേഷണം എന്താ നോക്കാം. നമ്മൾ പ്രകാശ സംശ്ലേഷണം പറഞ്ഞു. ഇനി രാസസംശ്ലേഷണം എന്താ നോക്കാം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവര് അല്ല. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ പഠിച്ചു വെക്കുക. രാസസംശ്ലേഷണത്തിന് ഉദാഹരണം ആരാണ്? സൾഫർ ബാക്ടീരിയ. ഇവ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? രാസസംശ്ലേഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? രാസസംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൾഫർ ബാക്ടീരിയ പോലുള്ള ജീവികള് എന്ത് ചെയ്യുന്നു? രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് രാസസംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം കടലിലെ ആൽഗകളുണ്ട് അല്ലെ, സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തതാണ്, അത് അതുപോലെ കൊടുത്തതാണ്. അവിടെ പക്ഷികള്, കരജീവികള്, അതുപോലെ ഓക്സിജൻ, സസ്യപ്ലവങ്ങളിൽ നിന്ന് ഓക്സിജൻ മുന്നോട്ട് പോരുന്നുണ്ട്. പിന്നെ ഇവിടെ ആൽഗകളുണ്ട്, ജലസസ്യങ്ങളുണ്ട്, ഇവയിൽ നിന്നൊക്കെ ആഹാരമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടൽ സമുദ്രത്തിന്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആൽഗകളും സസ്യപ്ലവകങ്ങളും എന്താന്ന് നോക്കാം. വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിന്റെ തോതനുസരിച്ച് പച്ച, ചുവപ്പ്, തവിട്ട് നിറങ്ങളിലുള്ള ആൽഗകളുണ്ട്. വലുപ്പത്തിലുമുണ്ട് വൈവിധ്യം. സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ളവ വരെ. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. ഇനി സമുദ്രജലത്തിനു മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. എന്താണ്? സമുദ്രജലത്തിനു മുകളിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുകയും അവ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിന് ഏർപ്പെടുന്നുണ്ട്. ഇനി ഡസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ജസ്റ്റ് പഠിച്ചു നോക്കുക ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, സസ്യപ്ലവകങ്ങൾ ഏതൊക്കെയാണുള്ളത്. എന്താണ്? ഡസ്മിഡുകള്, ഗോൾഡൻ ആൽഗകള്, സയാനോ ബാക്ടീരിയകള് സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിൽ പറയുന്ന കാര്യം. ഇനി സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത്. നമുക്കറിയാം കണ്ടൽ വനത്തെ കുറിച്ച് അറിയാം. എന്താണ്? സുനാമിയൊക്കെ തടയുന്ന ഒരു സസ്യവർഗമാണ് എന്ത്? കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുളങ്കാട്, അതുപോലെ ആറ്റുദർഭ, രാമച്ചം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇവയൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത് എന്നുള്ളതിന് ഉദാഹരണം ഇവിടെ കൊടുത്തതാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള തരത്തിൽ. ഇനി മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളൊക്കെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ആ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ഭാഗം, ഗ്രാന, സ്ട്രോമ, പിന്നെ വർണ്ണങ്ങൾ എന്തൊക്കെയാ സഹായിക്കുന്നത്, സഹായക വർണ്ണങ്ങൾ, ഇവയൊക്കെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഒരു ചാപ്റ്ററിൽ പറയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇത് 7ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, അതായത് ഉരുളക്കിഴങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ചെറിയ മുളകൾ കാണാറുണ്ട്. അതുപോലെ ഇല മുളച്ച് ഇല കുഴിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അത് മുളച്ചു വരും ആണല്ലോ. അങ്ങനെ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ സസ്യഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും കേട്ടോ. അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും എന്തിനെ പറയുന്നുണ്ട്? ഈ ഒരു
കായിക പ്രജനനത്തെ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. എന്താണ് കായിക പ്രജനനം? വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം നമ്മള് ലെയറിങ്, ഗ്രാഫ്റ്റിങ് തുടങ്ങിയ സസ്യങ്ങൾ പുതുതായിട്ട് എന്താണ് ഉണ്ടാക്കുന്ന അല്ലെ രീതികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എന്താ നോക്കാം. കാരണം ഈ ഒരു സിലബസിൽ നമുക്ക് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമതാണ് പതിവെക്കല് അഥവാ ലെയറിങ് എന്ന് പറയുന്നത്. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നും കൊമ്പുകളാണ് ഉത്തമം. കൊമ്പിൽ 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. അപ്പൊ ഇവിടെ നമ്മളൊരു സസ്യം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഒരു സെന്റിമീറ്റർ വീതിയിൽ എന്ത് ചെയ്യുന്നത്, അവിടെ തൊലി കളഞ്ഞു മാറ്റിയിട്ടുണ്ട്. ഈ തൊലി ചെത്തി മാറ്റിയ ഭാഗം ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത് മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. രണ്ടറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് മെയിൻ കൊമ്പിന്റെ എന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് നിന്ന് തൊലി ചീന്തിയിട്ട് അവിടെ ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും വെച്ചിട്ട് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അവിടുന്ന് വേര് വരും. അത് മുറിച്ചെടുത്ത് എന്ത് ചെയ്യുക, മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. ഇവിടെ ഏതൊക്കെ അതിനു വേണ്ടി ഉദാഹരണം നോക്കാം. പിച്ചി, മുല്ല, അതുപോലെ റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. ഈ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് വരും. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. ഓക്കെ ആണല്ലോ? ഇതൊക്കെ പതിവെക്കല് ഫലപ്രദമാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് പതിവെക്കലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇവിടെ ജസ്റ്റ് നോക്കാം. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ച് ഉണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലുപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ലെയറിങ് നടത്തുന്നത്. അതായത് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ ഉണ്ടാവാനാണ് ലെയറിങ് നടത്തുന്നത്. രോഗബാധിതയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗം ഉണ്ടാവും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളെക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമായി വരും. ഈ പോയിന്റ്സ് ജസ്റ്റ് ഓർത്തിരിക്കുക, ജസ്റ്റ് പഠിച്ചു വെക്കുക. മേ ബി ചോദിക്കാം. ഓക്കെ. ഇനി അടുത്തത് കമ്പോട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്താ നോക്കാം. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കല് അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് മുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണിത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നു. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടി ചെടി സ്റ്റോക്ക്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടി ചെടി അതിനെ സ്റ്റോക്ക് എന്ന് പറയും, അഥവാ മൂലകാന്ഡം എന്ന് പറയും. ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അഥവാ ഒട്ടുകമ്പ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സ്റ്റോക്ക് എന്താണ്? വേരോട് കൂടി ചെടി. ഏതാണോ ഒട്ടിക്കുന്നത് അതിനെ ഒട്ടുകമ്പ് അഥവാ സയൺ എന്ന് പറയും. ഇനി നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളെ കൊമ്പ് ഒട്ടിക്കാറുണ്ട്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരു എക്സാമ്പിൾ. ഇനി ഇവിടെ നോക്കിയേ. സയണിലും സ്റ്റോക്കിലും 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി മാറ്റുക. ഇവിടുന്ന് കണ്ടോ? ഇവിടെ കാണാം, ഇവിടെയും കാണാം. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാം? ഒട്ടിക്കുക. രണ്ടും കൂടിയും ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അവയെ വരിഞ്ഞു കെട്ടുക എന്നുള്ളതാണ്. പിന്നെ മെഴുകുതുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സയണും പകുതിയായിട്ട് മുറിക്കുക. എന്നിട്ട് 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് നടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നുമില്ല. 2 ചെടിയുടെയും 3 സെന്റിമീറ്റർ ഭാഗത്ത് തൊലി നീക്കി കളഞ്ഞിട്ട് രണ്ടും കൂടി വരിഞ്ഞു മുറുക്കിയിട്ട് പിന്നീട് അത് മാറ്റിയിട്ട് നടുക എന്നുള്ളതാണ് കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ഈ 2 രീതിയും പഠിച്ചു. ഇനി അടുത്തതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. മുകുളം എന്ന് പറഞ്ഞാല് നമുക്കറിയാം. ഇപ്പൊ ഒരു ചെമ്പരത്തി ചെടി എടുക്കുകയാണ്. ഈ ചെമ്പരത്തി ചെടിയുടെ ഒരു ചെറിയ ഭാഗം മുളച്ചു വരുന്ന ഭാഗം ഉണ്ടാവില്ലേ? ആ ഒരു ഭാഗം, അതാണ് മുകുളം എന്ന് പറയുന്നത്. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ ടി ആകൃതി എന്തുണ്ടാക്കാം? മുറിവുണ്ടാക്കി തൊലി വിടർത്തുക. അതായത്
ഇങ്ങനെ T ആകൃതിയിൽ ഉണ്ടാക്കി അത് രണ്ടും വേർപെടുത്തുക. എന്നിട്ട് ഈ മുകുളം എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. ഇത്രയാണോ എന്ത് പറയുന്നത്, ബഡ്ഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? വർഗസങ്കരണം പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിന്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നുമില്ല, ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സ്വഭാവ സവിശേഷതകളുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് പുതിയൊരു തൈച്ചെടി ഉണ്ടാക്കുക. അതാണ് വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ. ഇതിന് ചില എക്സാമ്പിൾസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷം ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെക്കുക. നോക്കിയേ, സങ്കരയിനം തെങ്ങ് ഏതൊക്കെയാന്ന് നോക്കാം. ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടി ചേർന്നതാണ്. ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ഈ 3 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. തെങ്ങിന്റെ സങ്കരയിനം ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി നെല്ലിന്റെ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. ഓക്കെ, ഇതിന് എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കിരണും അർക്കയും അനാമികയുടെ വീട്ടിലോട്ട് ഒളിച്ചോടിപ്പോയി, അങ്ങനെ വെണ്ടയുടെ കാര്യത്തിൽ നമുക്ക് പഠിക്കാം. അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതാവും. ഇത് എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സങ്കര ഇനങ്ങളെ കുറിച്ച്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ നാട്ടിൽ ചില ഇതും ചോദിക്കാറുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂര്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാലയുടെ ഇത്രയാണ് എന്തുള്ളത്, നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. ഏതൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയാണ്, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. ക്ലിയർ ആണല്ലോ? ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഓക്കെ, ഇനി ടിഷ്യൂ കൾച്ചർ. എന്താ ടിഷ്യൂ കൾച്ചർ നമുക്കറിയാം അല്ലെ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് അല്ലെ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ അല്ലെ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്ത് പഠിക്കുമ്പോഴും ഇതിന്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ ഇവയിലൊക്കെ എന്ത് നടത്തുന്നുണ്ട്? ഈ ഒരു ടിഷ്യൂ കൾച്ചർ നടത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഇടവിള കൃഷി? ഇടവിള കൃഷി എന്ന് പറഞ്ഞാൽ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കണ്ടിട്ട് വാഴയുടെ അടിയിൽ ചീര നടുന്നത്. ഓക്കെ, അതൊരു ഇടവിള കൃഷിയാണ്. അതായത് പ്രധാന വിളകൾക്കിടയിൽ എന്താണ്, അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ചെറിയ ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് വിളപര്യം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന ഇതാണ് വിളപര്യം. നമുക്കറിയാം, പാടത്ത് നമ്മൾ ഒരു പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പയർ അവിടെ നടാറുണ്ട് അല്ലെ? അതൊരു എന്താണ്? വിളപര്യമാണ്. അപ്പൊ ഇതാണ് ഇടവിള കൃഷിയും വിളപര്യവും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പയറ് വർഗ്ഗങ്ങൾ, ലെഗുമിനസ് പ്ലാന്റ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. നമുക്കറിയാം, നമ്മൾ ചെറുപ്പകാലത്തിൽ പഠിച്ച സമയത്ത് നമ്മുടെ അധ്യാപകന്മാർ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും, ഈ തൊട്ടാവാഴയുടെ ചെടി പറിച്ചുകൊണ്ടുപോകാൻ പറയും. തൊട്ടാവാഴയുടെ ചെടിയുടെ ഇടയിൽ റോസ് കളറിൽ ചെറിയ 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 എന്ത് കാണാം? ഇതേപോലെ ഒരു ബോൾ പോലെ ഒരുപാട് കാണാം അല്ലെ? അപ്പോൾ ഇവിടെ അതെന്താണ്?
അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിലൊന്നാണ് റൈസോബിയം. അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളിലൊന്നാണ് റൈസോബിയം. ഇതും ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളിലൊന്നാണ് റൈസോബിയം. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞില്, മുതിര, ഉഴുത് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അതാണ് ഈ റൗണ്ട് പോലത്തെ സാധനം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതാണ് പയറുവർഗ്ഗങ്ങളുടെ പ്രത്യേകത. ഇനി ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇടവിള കൃഷി, വിള പരിചയം, പയറുവർഗ്ഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ടിഷ്യൂ കൾച്ചർ എന്താന്ന് പറഞ്ഞു, ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പറഞ്ഞു, സങ്കര ഇനങ്ങൾ പറഞ്ഞു, പിന്നെ ചില ഗ്രാഫ്റ്റിംഗ്, അതുപോലെ ലെയറിങ്, പിന്നെ ബഡിങ്, ഈ രീതികളെ കുറിച്ച് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തു. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. കുറച്ചും കൂടി എക്സ്ട്രാ പോയിന്റ്സും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.